പലതരത്തിലുള്ള മതപ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പുള്ളി പറഞ്ഞ മതപ്രഭാഷണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കേൾക്കുന്നത്. ഇനിയിപ്പോ എനിക്ക് മനസ്സിലാവാത്തതാണോ അതോ മൊത്തത്തിൽ മനസ്സിലാവാത്തതാണോ, ഇനിയിപ്പോ ഈ പുള്ളിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തതാണോ എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഗാന്ധിജി ജനിച്ചു എന്നത് ചരിത്രമാണ്. അത് ഗാന്ധിജി വീണ്ടും ജനിപ്പിക്കാൻ പറ്റില്ലല്ലോ. അത് റിപ്പീറ്റഡ് ആയ സംഗതിയല്ല. ഫ്രഞ്ച് വിപ്ലവം എന്ന ചരിത്ര യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് പരീക്ഷിച്ച് വീണ്ടും നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്താ, അത് കഴിഞ്ഞുപോയി. ബൈഗോൺസ് ആർ ബൈഗോൺസ്, അത് കഴിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ അത് ശാസ്ത്രം എന്ന് പറയുന്ന കൃത്യമായ ശാസ്ത്രത്തിന്റെ നിർവചനത്തിന് പുറത്താണത്. പിന്നെ വിശാലമായ അർത്ഥത്തിൽ ശാസ്ത്രം പറയാറുണ്ട്, അതല്ല, അങ്ങനെ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ആരും പറയേണ്ടതില്ല. അതുപോലെ തന്നെ ധൈഷണികമായ കാര്യങ്ങളുണ്ട്, പരീക്ഷിച്ച് മനസ്സിലാക്കുന്നതാണത്. ഇപ്പൊ മോം ഈസ് ഓൾഡർ ദാൻ ഹെർ ഡോട്ടർ. അമ്മ മകളേക്കാൾ പ്രായം കൂടുതലുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു സങ്കല്പിക്കുക. അമ്മക്ക് മകളേക്കാൾ പ്രായം കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ അത് ഓരോ അമ്മ, ഈ അമ്മ മകളേക്കാൾ പ്രായം കൂടുതൽ, അങ്ങനെ 100 അമ്മയെ പരിശോധിച്ചിട്ടാണോ ആ തിയറിയിലേക്ക് എത്തുന്നത്? അല്ല. വാട്ട് ഇസ് മദർ ആൻഡ് വാട്ട് ഇസ് ഡോട്ടർ, ഈ രണ്ട് ഡെഫിനിഷൻ കിട്ടിയാൽ ബൈ ഡെഫിനിഷൻ വി കാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എന്ത്, മോം ഈസ് ഓൾഡർ ദാൻ ഡോട്ടർ, ഹെർ ഡോട്ടർ. നോക്കൂ നിങ്ങൾ, ഇതേപോലെ തന്നെ എ ഈസ് ഈക്വൽ ടു ബി, ബി ഈസ് ഈക്വൽ ടു സി, സോ എ ഈസ് ഈക്വൽ ടു സി. ഒരു സിമ്പിൾ ആണത്. അത് എ എന്താണെന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ല. മറിച്ച് ഇത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് എന്നത് നമുക്ക് എന്തെയും ബൈ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാകുന്നു. അപ്പോ ഇവിടെ ഒന്നും സയൻസിന് ദർ ഇസ് നോ സ്കോപ്പ് ഫോർ സയൻസ്, എന്നിട്ട് ഇവിടെ അറിവ് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ അന്ധവിശ്വാസം മനസ്സിലാക്കണമെന്ന് കരുതുന്നു. സോറി, ഞാൻ അതിലൊന്ന് മുഴുകിപ്പോയി, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എന്തായാലും സംഗതി ഒന്ന് മനസ്സിലായി. സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, പക്ഷെ ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്തില്ല. പലതരത്തിലുള്ള മണ്ടന്മാരിനെയും പൊട്ടന്മാരിനെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു മണ്ടനും പൊട്ടനുമായിട്ടുള്ള ഒരാളിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടോ? ഇയാൾ എന്താ പറയുന്നത്? ഇയാൾക്ക് തന്നെ ഒരു ബോധമില്ല. പിന്നെ നമുക്ക് പറഞ്ഞിട്ട് വല്ല കാര്യങ്ങളും, കാരണം വലിയ ബുദ്ധിജീവികൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. നമുക്ക് അത്ര ബുദ്ധി ഇല്ല, ബുദ്ധി കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇത്രയും മനസ്സിലാവുള്ളൂ.